എറണാകുളത്തെ ജ്യൂസ് കടകൾക്ക് പുറമെ മലയോര പ്രദേശങ്ങളിലെ ബേക്കറികളും പ്രണയക്കെണികളുടെ കേന്ദ്രങ്ങൾ. എറണാകുളത്തെ ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ പ്രണയക്കെണികൾ ഒരുങ്ങുന്നു എന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ചൂടുള്ള വാർത്തയായിരുന്നല്ലോ. ഇപ്പോൾ ഇതാ മലയോര പ്രദേശങ്ങളിൽ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ കുടുക്കിയുള്ള മതപരിവർത്തന ശ്രമങ്ങൾ വീണ്ടും ശക്തമാകുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയോരത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില ബേക്കറികൾ കേന്ദ്രീകരിച്ചാണ് അടുത്ത കാലത്തായി ഇത്തരം ജിഹാദി സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മലയോര പ്രദേശങ്ങളിൽ ഒന്നിൽ നിന്ന് 18 വയസ്സ് കഴിഞ്ഞ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ രാത്രിയുടെ മറവിൽ വീട്ടിൽ നിന്നും കടത്തി മൈസൂരിലെ ഒരു മുസ്ലിം കോളനിയിൽ എത്തിച്ച് മതം മാറ്റിയതിന്റെ പിന്നിലും മലയോര പ്രദേശത്തെ ഒരു ബേക്കറിയും അവരുടെ ആളുകളുമാണ് എന്നാണ് ആരോപണം. ക്രൈസ്തവ ഭൂരിപക്ഷ മലയോര പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മുളച്ചു പൊന്തുന്ന പല ബേക്കറികളുടെ പിറകിലും ജിഹാദി മനസ്സുള്ള വ്യക്തികളാണ് എന്നാണ് വിവരം. അവരുടെ ലക്ഷ്യം മറ്റു മതസ്ഥരായ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തുക എന്നതാണ്. ഇത്തരം ബേക്കറികളിൽ ജോലിക്കാരായി എത്തുന്നവർ പൊതുവെ ഒരു പ്രത്യേക സമുദായക്കാരായിരിക്കും. അവർ ആ ഭാഗത്തുള്ള ക്രൈസ്തവ പെൺകുട്ടികളുമായി ബന്ധം സ്ഥാപിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ വളരെ ഹൃദ്യമായ തരത്തിൽ പെരുമാറുന്നു. അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇൻസ്റ്റഗ്രാം ID അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ വേണ്ടിയാണ് അവിടെ ജോലിക്കാരായി എത്തുന്ന ചെറുപ്പക്കാരുടെ ഈ കരുതലും സ്നേഹവുമെല്ലാം. ഇതാണ് എല്ലാത്തിൻ്റെയും തുടക്കവും. ഇത്തരത്തിൽ പല പെൺകുട്ടികളും അടുത്ത കാലത്തായി മലയോര പ്രദേശങ്ങളിൽ നിന്ന് ജിഹാദികളുടെ പ്രണയക്കെണിയിൽ വീണിട്ടും ക്രൈസ്തവരുടെ ഭാഗത്തു നിന്ന് ഫലപ്രദമായ ഇടപെടലുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും വേണ്ടത്ര രീതിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വാസ്തവം. എന്തുകൊണ്ടാണ് ക്രൈസ്തവ പെൺകുട്ടികൾ ഇത്തരത്തിൽ ജിഹാദികളുടെ പ്രണയക്കെണിയിൽ വീഴുന്നത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത്? ക്രൈസ്തവർ അടിയന്തരമായി ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം നാളത്തെ ഇര ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ക്രൈസ്തവന്റെയും മകളാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സഹോദരിയുമാകാം. ചിലർ ക്രൈസ്തവ പെൺകുട്ടികൾക്ക് പകർന്നു നൽകിയ അമിത മതേതരത്വ ചിന്തകളും മാതാപിതാക്കൾ തങ്ങളുടെ മക്കളിൽ അർപ്പിക്കുന്ന അമിത വിശ്വാസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമാകുന്നുണ്ട് എന്നത് സത്യമാണ്. ഒരു പെൺകുട്ടി നഷ്ടപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കുകയും അടക്കം പറയുകയും ചെയ്യുന്ന ശൈലി ക്രൈസ്തവർ ഇനിയെങ്കിലും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. നഷ്ടപ്പെട്ടത് അവന്റെ ചോര മാത്രമല്ല, നമ്മുടെ ചോര കൂടിയാണ് എന്ന് ഇനിയെങ്കിലും ഓരോ ക്രൈസ്തവ വിശ്വാസിയും തിരിച്ചറിയട്ടെ. കാരണം കഴുകന്മാർ വല വിരിച്ചിരിക്കുന്നത് അപ്പുറത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയാണ്. ഈ തിരിച്ചറിവാണ് ഇന്ന് ഓരോ ക്രൈസ്തവനും സ്വായത്തമാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഇത്തരം പ്രണയക്കെണികൾക്കെതിരെ പൂർണ്ണ മനസ്സോടെയും ഏക ലക്ഷ്യത്തോടെയും പോരാടാൻ ക്രൈസ്തവ സമൂഹത്തിന് സാധിക്കുകയുള്ളൂ.